ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ചില ഫാക്ട്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒന്ന്, നമ്മൾ വളരെ ലാഘവത്തോടുകൂടി പുറന്തള്ളുന്ന പ്ലാസ്റ്റിക് നമ്മുടെ ശ്വാസം മുട്ടിക്കുകയാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2022-23 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ 40 ലക്ഷം ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. ശുചിത്വ മിഷന്റെ കണക്കനുസരിച്ചിട്ട് കേരളത്തിലെ പ്രതിദിനം ഏകദേശം 10,000 ടൺ മാലിന്യങ്ങളുണ്ടാകുന്നു. ഇതിൽ 2,500ഓളം ടൺ മണ്ണിൽ ലയിക്കാത്ത നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളാണ്. ഓടകളിൽ കുടുങ്ങി പ്രളയമുണ്ടാക്കുന്നതും കടലിലെത്തി പ്രകൃതി നശിപ്പിക്കുന്നതും ഈ അവശിഷ്ടങ്ങളാണ്. രണ്ടാമതായി, ചൂട് ഇപ്പോൾ ഒരു സീസണിൽ മാത്രമല്ല, അതൊരു വലിയ അപകടമായി മാറി കഴിഞ്ഞു. 1880-കൾക്ക് ശേഷമുള്ള ചരിത്രത്തിലെ ഏറ്റവും ചൂടുള്ള വർഷമായിരുന്നു 2024. ആഗോള താപനില 1850-1900 പ്രീ ഇൻഡസ്ട്രിയൽ ശരാശരിയേക്കാളും 1.55 സെൻറ്റിഗ്രേഡ് ഉയർന്നിരിക്കുകയാണ്. 2024 കഠിനമായ ഉഷ്ണ തരംഗത്തിൽ ഇന്ത്യയിൽ ഏകദേശം 400-ലധികം പേർ മരിച്ചു. കേരളത്തിൽ ചരിത്രത്തിലില്ലാത്ത വിധം ചൂട് കൂടുകയും അത് കാരണം വിദ്യാലയങ്ങൾക്ക് അവധി നൽകേണ്ടി വന്നതും നമ്മൾ കണ്ടതാണ്. മൂന്നാമതായി, വായു ചൂടാകുമ്പോൾ അത് കൂടുതൽ ഈർപ്പം അല്ലെങ്കിൽ മോയിസ്ചർ നിലനിർത്തുന്നു. ഇത് പെട്ടെന്നുള്ളതും അതിശക്തവുമായ മഴയ്ക്ക് കാരണമാകുന്നു. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മനുഷ്യനിർമ്മിതമായ കാലാവസ്ഥാ വ്യതിയാനം കാരണം മഴയുടെ തീവ്രത കൂടിയതാണ് വയനാട്ടിലെ പോലുള്ള അതിദാരുണമായ ഉരുൾപൊട്ടലുകൾക്ക് ആക്കം കൂട്ടിയത് എന്നാണ്. നാലാമതായി, ചൂട് കൂടുമ്പോൾ സമുദ്രജലം വികസിക്കുന്നു, തെർമൽ എക്സ്പാൻഷൻ. ഇത് കടൽ നിരപ്പ് ഉയരാൻ കാരണമാകുന്നു. 2024 മാത്രം കടൽ നിരപ്പ് 0.59 സെൻറ്റിമീറ്റർ ഉയർന്നു എന്നാണ് നാസയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വേഗത്തിലാണ് സംഭവിക്കുന്നത്. കേരളത്തിൻ്റെ 45% തീരദേശങ്ങളും ഇന്ന് കടൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കോസ്റ്റൽ എറോഷൻ. കടൽ നിരപ്പ് ഉയരുന്നത് ഈ അവസ്ഥയെ കൂടുതൽ മോശമാക്കുന്നു. അഞ്ചാമതായി, 2050-കളിൽ ലോക രാജ്യങ്ങൾ പലതും നെറ്റ് സീറോ ടാർഗറ്റ്സ് നേടുമെന്ന വാഗ്ദാനമാണ് നമുക്ക് മുന്നിലുള്ളത്. എന്നിരുന്നാലും 2025 കാർബൺ പുറന്തള്ളൽ അല്ലെങ്കിൽ കാർബൺ എമിഷൻസ് റെക്കോർഡ് നിലയിലാണ് എത്തി നിൽക്കുന്നത്, 38.1 ബില്യൺ ടൺസ്. ഈ ആഗോള വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളം പോലുള്ള തീരദേശ സംസ്ഥാനങ്ങളെയാണ്.